മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. രാവിലെ എണീച്ച് ഉറങ്ങി എണീച്ച് കണ്ണു ചിമ്മി പുറത്തു വരുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം എന്നിട്ട് ഒരാൾ പുറത്തേക്ക് വേറെ തിന്നാനാ കഴിക്കും വേറെ കഴിക്കാൻ പറഞ്ഞാണോ ഓക്കെ ഇത് കല്യാണം കഴിക്കണം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ അച്ചായനില്ലാതെ തൊപ്പിയില്ല, തൊപ്പിയില്ലാതെ അച്ചായനില്ല. അപ്പോൾ അച്ചായൻ ആരാണെന്ന് ചോദിക്കും. തൊപ്പിയുടെ എല്ലാമാണ് അച്ചായൻ അല്ലേ. അപ്പോൾ എന്താ പറയുക, തൊപ്പി എവിടെയുണ്ടോ അവിടെ അച്ചായനുണ്ട്, അച്ചായൻ എവിടെയുണ്ടോ അവിടെ തൊപ്പിയുണ്ട്. ആ ഒരു ഇതാണ് തൊപ്പിയും അച്ചായനും തമ്മിലുള്ള ആ ഒരു ഇത്. എന്തായാലും തൊപ്പി പറയണ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കൂ. രാവിലെ എണീച്ച് ഉറങ്ങി എണീച്ച് കണ്ണു ചിമ്മി പുറത്തു വരുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം എന്നിട്ട് ഒരാൾ പുറത്തേക്ക് വേറെ തിന്നാനാ കഴിക്കും വേറെ കഴിക്കാൻ പറഞ്ഞാണോ ഓക്കെ ഇത് കല്യാണം കഴിക്കണം. രാവിലെ ഉറങ്ങി എണീച്ച് വന്നപ്പോ പക്ഷെ കല്യാണം മക്കളെ ഇതാണ് കല്യാണം പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. എന്താ പറയുക, രാവിലെ എണീച്ച് എന്തോ കഴിക്കണമെന്ന് പറഞ്ഞ പോലെയാണ് കല്യാണം കഴിക്കണമെന്നുള്ളത്. രാവിലെ എണീച്ചിട്ട് പറയണതെന്നാണ് തൊപ്പി പറയണത്. എന്തായാലും ഇതായിരിക്കണം കല്യാണം, ഇങ്ങനെയായിരിക്കണം കല്യാണം അല്ലേ. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു കല്യാണം. അതെന്തായാലും അതും അച്ചായനിക്ക് അങ്ങനെ ഓരോ കമൻസ് കണ്ടിട്ട് അച്ചായൻ്റെ കല്യാണം കഴിഞ്ഞ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടതിൽ ഓരോ കമൻസ് കണ്ട് ഇവനക്കും കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ 10-30 വയസ്സായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, എത്രയും ഇതുണ്ടായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊരു ഇതാണെന്നും പറയുന്നുണ്ടായിരുന്നു. അച്ചായനെ ആരോ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് പകരം വീട്ടാനുള്ള ഒരു ഇതിനായിട്ടാണ് പെട്ടെന്നൊരു കല്യാണം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കും കിട്ടും പെണ്ണ്, നീ ഇട്ടിട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള തരത്തിൽ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കല്യാണം കഴിക്കുകയാണെന്നാണ് പറയുന്നത്. മനസ്സിലായി. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പവിത്രമായിട്ടുള്ള മുഹൂർത്തം ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. ഇനിയിപ്പോൾ എന്തായാലും അച്ചായൻ പെണ്ണ് കിട്ടില്ല എന്നുള്ളൊരിത് പോയി അല്ലെങ്കിൽ അച്ചായൻ പെണ്ണ് കെട്ടില്ല എന്നുള്ള ആ ഒരു ഇതൊക്കെ മാറി എന്തായാലും അച്ചായൻ പെണ്ണ് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തൊപ്പി അച്ചായനെ നശിപ്പിക്കുന്നൊന്നും അച്ചായനെ തൊപ്പി നശിപ്പിക്കുന്നൊന്നും ആരും പറയണ്ട. എന്തായാലും അച്ചായനക്കും പെണ്ണ് കിട്ടി. അച്ചായൻ ഇനി അടങ്ങി ഒതുങ്ങി കല്യാണമൊക്കെ കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും അച്ചായൻ്റെ ഫാൻസിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ കേട്ടോ, അച്ചായനക്ക് പറ്റിയ ഭാര്യ തന്നെയാണ് കേട്ടോ. എന്തായാലും ആരാണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടില്ല. എന്തായാലും പുള്ളിക്കാരനക്ക് പറ്റിയ ആ ഒരു ആൾ തന്നെയാണ്. എന്തായാലും ലൈഫ് എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയില്ല, ആ ഒരു ഇതാണ്. എന്തായാലും അച്ചായൻ്റെ ആ ഒരു നാണും റൊമാൻറ്റിക്കൊക്കെ കണ്ട് എന്തായാലും ഈ ഒരു റൊമാൻറ്റിക്കിൻ്റെ ഇതിലായിരിക്കും എന്തായാലും ഇയാൾ വീണത്, ഈ പെണ്ണ് വീണതെന്നാണ് തോന്നുന്നത്. ഭയങ്കര റൊമാൻറ്റിക്കായിട്ടാണ് നിൽക്കുന്നതും ആ നൃത്തവും ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഭയങ്കര റൊമാൻറ്റിക്കായിട്ടാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് കല്യാണം കഴിക്കാനുള്ളത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് ഇപ്പോൾ നേരത്തെ തൊപ്പിയുടെ കൂടെയുള്ള ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോഴത്തെ അല്ല, നേരത്തെ തൊപ്പിയൊക്കെ ആയിട്ട് അച്ചായൻ്റെ ബർത്ത്ഡേ കഴിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊന്ന് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരട്ടെ. ഒന്ന് കണ്ടു നോക്കൂ. കാണുക മാത്രമല്ല അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്തായാലും നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ റൊമാൻറ്റിക് ഇത് അല്ലേ. അപ്പോൾ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഭയങ്കര നിരാശ കാമുകനായിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. പിന്നെ പെട്ടെന്നാണ് കാമുകിയെ നേരത്തെ ഇട്ടിട്ട് പോയ കാമുകിയെ ഇതാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ താഴെ ഒരുത്തൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റിന് ഈ അച്ചായൻ മറുപടിയും കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം, വായിച്ചു തരാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ.
ഡാ കിളവ അച്ഛൻ്റെ പ്രായമുണ്ടല്ലോ, ആ കൊച്ചിനെ വെറുതെ വിട്ടേക്ക് എന്ന്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് റിപ്ലൈ കൊടുത്തിരിക്കുകയാണേ. ഡാ മോനെ, കൂടെ ഉള്ളപ്പോൾ നിന്നേക്കാളും നന്നായി അവൾക്ക് അറിയാമായിരുന്നു അച്ഛൻ്റെ ആണോ അപ്പൂപ്പൻ്റെ ആണോ എന്ന്. പ്രായം പിന്നെ കാശുള്ളപ്പോൾ പ്രായം സൗന്ദര്യം ഒന്നും ഒരു വിഷയമല്ല. അമ്മ ആശുപത്രിയിലായ സമയത്ത് ഞാൻ ഡൊണേഷൻ ചോദിച്ച് വീഡിയോ ഇട്ടപ്പോൾ സംഭവങ്ങൾ മാറി എന്നേ ഉള്ളൂ. വെറും 2 ആഴ്ച കൊണ്ടൊരു തമിഴനെ സെറ്റാക്കി കല്യാണം വരെ കാര്യങ്ങൾ എത്തിച്ചാൽ ആർക്കാണേലും പൊളിയൂലേ. മോനെ, കൂടുതൽ വിവരം അറിയാതെ വികാരം കൊള്ളല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അച്ചായനക്കൊരു പ്രശ്നം വന്നപ്പോൾ കാമുകി ഇട്ടിട്ട് പോയി എന്നാണ് പറയുന്നത്. വേറെ ആരും സെറ്റപ്പ് ആക്കിയിട്ട് ഇട്ടേച്ച് പോയി എന്നാണ് പറയുന്നത്. കാമുകി ഇട്ടേച്ച് പോയി എന്നാണ് പറയുന്നത്. ഇതിനുള്ളൊരു സ്വീറ്റ് റിവെഞ്ചാണ് ഇപ്പോഴുള്ള കല്യാണം. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഇപ്പോഴുള്ള കല്യാണം എന്നാണ് അച്ചായൻ പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യുന്നത് പോലെ റിവെഞ്ചല്ലേ ചെയ്തുള്ളൂ, വേറെ ഒരുത്തെ കല്യാണം കഴിക്കുക ചെയ്തുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഇട്ടേച്ച് പോയിട്ടുള്ള ആ പെണ്ണിനെ കൊണ്ടിട്ട് ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ വേറെ വല്ല പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അവളെ കൊല്ലുകയൊന്നും ചെയ്തില്ലല്ലോ. റിവെഞ്ചിന് പകരം റിവെഞ്ച് ഏറ്റെടുത്തു, വേറൊരു പെണ്ണിനെ സെറ്റാക്കി കല്യാണം കഴിച്ചു. അതാണ് റിവെഞ്ച്. അല്ലാതെ ഇപ്പോഴുള്ള തലമുറ ചെയ്യുന്നത് പോലെ പുള്ളിക്കാരൻ വേറെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതിനെന്തായാലും അച്ചായന് നമിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് വെറും എന്താ പറയുക, പെണ്ണിനെ ഇപ്പോൾ അങ്ങനെ ഇട്ടേച്ച് പോയെങ്കിൽ അവളെ കൊല്ലുക, അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കുക, അങ്ങനെയുള്ളൊരു ഇതാണ്. ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അവളോടുള്ള വാശിക്ക് വേറെ ഒരുത്തെ കല്യാണം കഴിച്ചു. അപ്പോൾ എന്തായാലും ആരാണ് ഇട്ടേച്ച് പോയത്, എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ചെറിയ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഇപ്പോഴത്തെ വീഡിയോയിലെ പഴയ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരട്ടെ. ഒന്ന് കണ്ടു നോക്കൂ. മാർച്ച് 11-ലായിരുന്നു അച്ചായൻ്റെ ബർത്ത്ഡേ. ആ ഒരു ബർത്ത്ഡേക്ക് അച്ചായനൊരു ഇത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ പുള്ളിക്കാരൻ്റെ ഫോട്ടോ വരുന്നതും. അത് സ്വീറ്റ് ഹാർട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഇട്ടിട്ടുണ്ട്. അച്ചായന് ഉമ്മ കൊടുക്കുന്ന ഒരു ഇത് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് അച്ചായൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അന്ന് ഈ സ്വീറ്റ് ഹാർട്ട് ഇങ്ങോട്ട് കൊടുത്തതല്ല കേട്ടോ, ആ പെണ്ണ് ഇങ്ങോട്ട് കൊടുത്തതല്ല, അച്ചായൻ അങ്ങോട്ട് കൊടുത്ത ഒരു എന്താ പറഞ്ഞാൽ, പുള്ളിക്കാരി ഇട്ടിട്ട് പോയല്ലോ, അച്ചായനെ ഇട്ടിട്ട് പോയല്ലോ. അപ്പോൾ അതിന് പുള്ളിക്കാരിക്കിട്ട് ഒരു പണി കൊടുത്തതാണ്. അന്ന് ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ പുള്ളിക്കാരൻ ഒരു പണി കൊടുത്തതാണ് അങ്ങോട്ട്. അപ്പോൾ ഇതിനെതിരെ പുള്ളിക്കാരി അച്ചായൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അത് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ പേര് ചിന്നു. ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ഇട്ട് വന്നതിൻ്റെ കാരണം അച്ചായനാണ്. എല്ലാവർക്കും ഏകദേശം കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാം തൊപ്പിയുടെ അച്ചായൻ. എനിക്കിവിടെ വേറെ പേരൊന്നും ആരുടെ പേരിലൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഞാനത് അറിയാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറയാൻ കാരണം, പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഒരു സ്റ്റോറി ഇട്ടു. പുള്ളി സ്റ്റോറി ഇട്ടത് എന്റെയും പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ പറയട്ടെ, പുള്ളിയായിട്ട് ഞാനിപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. പുള്ളിയുടെ അടുത്തും ഞാനില്ല. അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറെ സ്റ്റോറി ഇട്ട് എല്ലാവരെയും കാണിച്ചു വെച്ചിരുന്നത്. ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല. എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് അച്ചായൻ്റെ ഒരു കുസൃതിയാണെന്ന് കരുതിയാൽ മതി ചേച്ചി, അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ പെൺകുട്ടികൾ മനസ്സിലാക്കുക, ഇട്ടേച്ച് പോകുന്ന സമയത്ത്, ഇട്ടേച്ച് പോണതിന് മുമ്പ് എന്തൊക്കെ ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് വരുന്ന സമയത്ത് പിന്നെ കടന്നിട്ട് കരഞ്ഞിട്ടോ പിഴിഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയപ്പോൾ അവിടുത്തെ അച്ചായൻ്റെ അമ്മച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അമ്മയ്ക്ക് സന്തോഷമായ ഇനി സന്തോഷം ഉണ്ടാകാതിരിക്കട്ടെ. അമ്മയുടെ സന്തോഷാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഈ സന്തോഷം ഇവിടെ ക്യാൻസൽ. ഇതോടുകൂടി സന്തോഷം ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി ഞങ്ങൾ അടുത്ത സന്തോഷം 10 മാസത്തിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. അറിയിച്ചില്ലെങ്കിലും അറിഞ്ഞോളും ഞങ്ങളെല്ലാം. അതെ, അതായാലും അറിയിച്ചിട്ട് അറിയുന്ന കാര്യമാണ്. തങ്ങൾ ഹാപ്പി അല്ലേ?
ശരിക്കും ഹാപ്പി അല്ലേ? എനിക്കൊരു ആപ്പിൾസ് കുറവും ഇല്ല മോനെ. ഓ, വരുന്നതിന് വരും പോലെ നേരിടാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നു. പറയുന്നു കേട്ടോ, അമ്മ തന്നെ പറയണം കേട്ടോ, ഈ സന്തോഷം ഇവിടെ അവസാനിച്ചാൽ മതി, ഇനി ഇനി ഇല്ലാതിരുന്നാൽ മതി. അതിനർത്ഥം എന്താണ് മനസ്സിലായി? അമ്മച്ചി തന്നെ പറയുന്നുണ്ട് അതിനർത്ഥം എന്താണെന്ന് മനസ്സിലായി. ഇനി വേറൊരു പെണ്ണിൻ്റെ പുറകെ പോകരുത്, ഇതോടുകൂടി തന്നെ അവസാനിക്കണം, ഇനി വേറൊരു ഇത് വരരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നല്ല, അതിന് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണല്ലോ ആ അമ്മച്ചിയും അങ്ങനെ പറയുന്നത്. എന്തായാലും അച്ഛനക്ക് പറ്റിയ അമ്മച്ചിയാണ്. അപ്പോൾ നല്ല മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഇതോടുകൂടി തന്നെ അച്ചായൻ മുന്നോട്ട് പോവട്ടെ. എന്തായാലും എന്ത് തന്നെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും തൊപ്പിയുടെ അച്ചായൻ എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയുള്ളൂ. തൊപ്പിയില്ലാതെ അച്ചായനില്ലാതെ തൊപ്പിയില്ല. ഭയങ്കര വിവാദവും കാര്യങ്ങളൊക്കെ ആയതാണ്. എന്തായാലും ഈ ഒരു കല്യാണത്തോടു കൂടി അമ്മച്ചി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കല്യാണത്തോടു കൂടി തന്നെ ഒതുങ്ങുക. ഇതിൽ അവസാനത്തെ ഹാപ്പിയാണ്. ഇതിൽ ഇനി വേറൊരിതും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്തായാലും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.